ഒരു 20 കൊല്ലം ക്ഷേത്രത്തിൽ മേൽശാന്തി പൂജ കഴിച്ചു വന്നിരുന്നു. രാവിലെ ഉഷപൂജ, അതിനുശേഷം നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു, പൂജ കഴിക്കുന്നു, ദീപാരാധന കഴിക്കുന്നു, വൈകിട്ട് സന്ധ്യാദീപാരാധന കഴിക്കുന്നു, അർച്ചനകൾ കഴിക്കുന്നു എന്നിങ്ങനെ കുറേ വിഷയങ്ങൾ 20 കൊല്ലം അദ്ദേഹം ഭക്തി ശ്രദ്ധാ പുരസ്സരം തൻ്റെ കർമ്മങ്ങൾ ലോപം കൂടാതെ ചെയ്തു വന്നു. അദ്ദേഹത്തിന് ഒരു ശ്വാസകോശ രോഗം പിടിപെട്ടു. അദ്ദേഹം ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്, ഇത്ര കൊല്ലം ഞാൻ പൂജ കഴിച്ചല്ലോ ശിവനെ, എനിക്ക് നീ നൽകിയതോ ശ്വാസകോശ രോഗം. ഇതെങ്ങനെ, എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം? നമ്മളിൽ നിന്നാണ്. സാധാരണക്കാർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ക്ഷേത്രങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്നും വാങ്ങിച്ച് വിളക്കെണ്ണ, പൂജാ എണ്ണ, ദീപാരാധന എണ്ണ, ലക്ഷ്മി എണ്ണ, കുബേര എണ്ണ എന്ന പല രൂപത്തിൽ, ആളൊന്നു തന്നെയാണ്, വ്യാജൻ ഒന്ന് തന്നെയാണ്, പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ തുച്ഛമായ വിലയ്ക്ക് കൂടുതൽ എണ്ണകൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങി നൽകി. മേൽശാന്തി ഉണ്ടോ അറിയുന്നു, അദ്ദേഹം നല്ലെണ്ണയുടെ കളറിലാണ് ഇതെല്ലാം. നല്ല എണ്ണ, നല്ലെണ്ണയാണേ, അതാണല്ലോ നമുക്ക് ഉപയോഗിക്കേണ്ടത്. പക്ഷെ ആ കളറിലിരിക്കുന്നു. അദ്ദേഹം എടുത്തു വെച്ച് കത്തിക്കുകയാണ്. ഇത്രയും എണ്ണ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ ആ തൂക്കുവിളക്ക്